ഹലോ ടീം. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പൈത്തൺ ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ ഒരു തേർഡ് പാർട്ടി പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഒരു empty ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ VS കോഡിൽ വന്നിട്ട് ആ ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പം ഞാൻ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, app.py. നമുക്കറിയാം, നമ്മൾ വെർച്വൽ എൻവയൺമെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പൈത്തണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർ അല്ലാത്തവർ ആ വീഡിയോ ഒന്നുകൂടെ കാണാം. അപ്പം ഈ വെർച്വൽ എൻവയൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെർച്വൽ എൻവയൺമെൻറ്റ് ഇൻ പൈത്തൺ എന്നുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡോക്യുമെൻറ്റേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ അതിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈത്തൺ -m VNV പിന്നെ ഒരു നെയിം കൊടുക്കാം. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ വന്നിട്ട് പൈത്തൺ 3 -m VENV, ഞാനിവിടെ ENV തന്നെ പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എൻവയൺമെൻറ്റ് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഇതിലേക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം, തേർഡ് പാർട്ടി പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ തേർഡ് പാർട്ടി പാക്കേജ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന പാക്കേജ് നമുക്ക് റിക്വസ്റ്റ് എന്ന് പറയുന്നൊരു പാക്കേജ് ഉണ്ട്. ഈ പാക്കേജ് നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പൈത്തണിൽ ഉപയോഗിക്കുന്നൊരു പാക്കേജാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു API അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആപ്ലിക്കേഷനിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ ഏതെങ്കിലും ഒരു HTTP ബേസിട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു API ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് ആവാം, ഇതെല്ലാം ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കേജാണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. അതിന് മുമ്പ് വെർച്വൽ എൻവയൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് ചെയ്യേണ്ടത്, വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടെർമിനൽ ഫയലിൽ വന്നിട്ട് നമ്മുടെ എൻവയൺമെൻറ്റിൻ്റെ പേരെന്താണോ, നമ്മുടെ ENV തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളെന്താണോ പേര് ഫോൾഡർ നെയിം നോക്കിയാൽ മതി. അതിൽ പോയിട്ട് സ്ക്രിപ്റ്റ്സിൽ ആക്ടിവേറ്റ് എന്ന് പറയുന്നത് റൺ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്കിവിടെ ENV സ്ക്രിപ്റ്റ്സിൽ ആക്ടിവേറ്റ് എന്നുള്ള റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ സിസ്റ്റത്തിൽ മാക്ക് ആയതുകൊണ്ട് ഞാനതിനെ നമ്മൾ ചെയ്യേണ്ടത് സോഴ്സ് പിന്നെ ENV/bin/activate എന്ന് പറയുന്നൊരു ഫയലുണ്ട്. അപ്പം അത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മളിവിടെ എൻവയൺമെൻറ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ENV വെർച്വൽ എൻവയൺമെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. ഇവിടെ വന്നിട്ട് എനിക്ക് പിപ്പ് എന്ന് പറയുന്നത് പൈത്തൺ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പാക്കേജ് മാനേജറാണ്. പൈത്തണിൽ ഉപയോഗിക്കുന്ന ഒരു പാക്കേജ് മാനേജറാണ് പിപ്പ് എന്ന് പറയുന്നത്. പാക്കേജ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ എല്ലാ കോഡും നമ്മൾ തന്നെ 0 എന്ന് എഴുതിയിട്ടല്ല കൊണ്ടുവരിക. നമുക്ക് തേർഡ് പാർട്ടി ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് മറ്റ് ടീംസ് എഴുതി വെച്ച സോഴ്സ് കോഡ് ഉണ്ടാവും. അതിന് നമുക്കിവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനാണ് നമ്മൾ പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സ്റ്റേണൽ പാക്കേജസ് നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും അതിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള നമുക്ക് പാക്കേജ് മാനേജർമാർ വേണം, അല്ലെങ്കിൽ പാക്കേജ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻസ് വേണം. പൈത്തണിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു യൂട്ടിലിറ്റി ആപ്ലിക്കേഷനാണ് പിപ്പ് എന്ന് പറയുന്നത്. ഞാൻ പിപ്പ് ഇൻസ്റ്റാൾ എന്നിട്ട് നമ്മുടെ പാക്കേജിൻ്റെ നെയിം കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ റിക്വസ്റ്റ് എന്ന് പറയുന്ന പാക്കേജ് നെയിം കൊടുക്കുകയാണ്. അപ്പോൾ ആ പാക്കേജും അതിന് വേണ്ട മറ്റു ഡിപ്പെൻഡൻസി പാക്കേജസ് എല്ലാം അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഡൗൺലോഡായിട്ട് ഇൻസ്റ്റാൾ ആവുക നമ്മുടെ ഈ ENV ഫയലിൻ്റെ ഉള്ളിലുള്ള ലിബ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ നമുക്ക് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അത് ഇൻസ്റ്റാൾ ആയി. നമ്മൾ വെർച്വൽ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അതിൻ്റെ ഉള്ളിലാണ് അത് ഇൻസ്റ്റാൾ ആവുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ അടുത്ത സ്റ്റെപ്പ് നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കതിന് റിക്വസ്റ്റ് എന്ന് പറയുന്ന പാക്കേജിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ പൈത്തൺ റിക്വസ്റ്റ് ലൈബ്രറി എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പിപ്പിൻ്റെ കേസിൽ ശരിക്കും ഇപ്പം ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ലൈബ്രറിൻ്റെ ഉപയോഗിക്കുന്ന മെത്തേഡ് നമുക്ക് ഇമ്പോർട്ട് റിക്വസ്റ്റ് എന്ന് പറയുന്ന പാക്കേജ് നെയിം കൊടുക്കാം, പിന്നെ request.get എന്ന് പറഞ്ഞിട്ട് URL കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കോഡും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് റിക്വസ്റ്റ് എന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ റിക്വസ്റ്റ് ഈക്വൽ ടു ഈ ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ request.get എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഞാനും ഇപ്പോൾ ലെറ്റ്സ് ഞാൻ
റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു ഗിറ്റ് ഹബിൻ്റെ URL ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ URL ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കതിന് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ഈക്വൽ ടു ഞാൻ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ്, എനിക്കിവിടെ URL കൊടുക്കാൻ പറ്റും. ഞാനിവിടെ HTTPS URL നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. നമുക്കിവിടെ ഗൂഗിളിൻ്റെ URL ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ആ URL കോപ്പി ചെയ്തു. അപ്പം ഇതിൻ്റെ റെസ്പോൺസ് നമുക്ക് ഇതേപോലെ ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ കിട്ടും. നമുക്ക് അതിൽ നിന്ന് പിന്നെ അതിൻ്റെ സ്റ്റാറ്റസ് കോഡ് എന്താണ്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് പ്രിൻ്റ് ഓഫ് റിക്വസ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് എടുക്കുകയാണ്. സ്റ്റാറ്റസ് കോഡ് നമുക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ 200 ആണ് നമുക്ക് കിട്ടുക. ഞാൻ ഇവിടെ നിന്ന് ഇതിനെ റൺ ചെയ്യാണ്. നമുക്കതിൻ്റെ സ്റ്റാറ്റസ് കോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ സക്സസ്ഫുള്ളി അതിൻ്റെ റിക്വസ്റ്റ് പോയി, അതിൻ്റെ റെസ്പോൺസ് കിട്ടി, അതിൻ്റെ സ്റ്റാറ്റസ് കോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമുക്ക് തേർഡ് പാർട്ടി പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള പിപ്പ് ഇൻസ്റ്റാൾ പാക്കേജ് നെയിം കൊടുക്കാം. ഓക്കെ, അങ്ങനെ പാക്കേജ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് ലിബ് എന്ന് പറയുന്ന ഫോൾഡറിൽ വന്നിട്ട് അത് ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് നമുക്ക് സാധാരണ ഇമ്പോർട്ട്, പിന്നെ സാധാരണ നമ്മൾ പൈത്തൺ കോഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് പൈത്തൺ കോഡ് ഉപയോഗിക്കാനും പറ്റും.